ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ബീഫിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ വെളിയിലാണ് വെക്കുന്നത്, അകത്ത് സൗകര്യക്കുറവാണ്. അത് നല്ല വീഡിയോ എടുത്താൽ ക്ലിയർ ആവത്തില്ല, അതുകൊണ്ടാണ് വെളിയിൽ നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ സവാള, ഒരു 6 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. 6 സവാള നല്ല വൃത്തിയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ അതുകൂടാതെ ഇഞ്ചി, പച്ചമുളക് ഇതാ കാണിക്കാം. ഇതാ അതുകൂടാതെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളിക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇതെല്ലാം നമുക്ക് വഴറ്റി വരാം. വെളിയിലോട്ട് വേണ്ട അടുപ്പ് കൂട്ടി നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുവൊക്കെ ഇട്ട് പൊട്ടിച്ച് ഇതെല്ലാം വഴറ്റി എടുത്തിട്ട് വരാം. പൊട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കടുകൊക്കെ ഇട്ട് കൊടുക്കാം. എനിക്ക് വീഡിയോ പിടിക്കാൻ സഹായികളാരുമില്ല. അബിയായിരുന്നു വീഡിയോ പിടിച്ചുകൊണ്ട് തരുന്നത്. ഇപ്പം അബിയില്ല, അത് കാരണം ഞാൻ തന്നെ ആയതുകൊണ്ടാണ്. തന്നെയല്ല, ഇതാ കടുക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ നല്ലോണം ചൂടായതാണ്, കടുക് പൊട്ടുന്നുണ്ട്. അതിന് ബാക്കിയുള്ളതെല്ലാം എടുത്തിട്ട് വരാം. ആ കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ അതിനകത്തോട്ട് 5-6 പച്ചുലുവയാണ് ഞാനിടുന്നത്. പലരും പല രീതിയിലാണ്. അപ്പോൾ ഞാൻ പച്ചുലുവ ഇടുന്നത്. അതുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ. നമുക്ക് എന്നിട്ട് അതിനകത്ത് കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, ആദ്യമേ ഇഞ്ചിയാണ് ഇടുന്നത്. ഇഞ്ചി ഒന്ന് അഴന്ന് കിട്ടാനായിട്ട് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലത് നല്ലോണം ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് സവാള അരിഞ്ഞ് വെച്ചേക്കുന്നതും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കും. വേണ്ട നമ്മൾ സവാള അരിഞ്ഞതും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് ഇത് നല്ലോണം വഴന്ന് വരും. പച്ചമുളക് ഞാനൊരു 8 എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എരിവ് വേണമല്ലോ റോസ്റ്റിന്. നല്ല പച്ചമുളകാണെങ്കിൽ അത്ര എടുക്കുകയൊന്നും വേണ്ട. നല്ല പച്ചമുളകാണെന്നാൽ മുളക് പൊടി കുറച്ചിട്ടുകൊണ്ട് വഴന്ന് വരട്ടെ കേട്ടോ. 6 സവാളയുണ്ട്, നല്ല വലിയ സവാളയായിരുന്നു. പിന്നെ വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി വലിയെടുത്തിട്ടുണ്ട്. ചൈന ഗാർലിക്കാണ്, അത് കാരണം എന്നാലും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് വെറുതെയാണ്, നമുക്ക് കൊച്ചു വെളുത്തുള്ളിയുടെ അത്ര ടേസ്റ്റോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് വെളുത്തുള്ളി ഇച്ചിരി വേറെ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമുക്ക് വേറെ നിറച്ച് കൊടുക്കും. അതിന് മാത്രം ഒരു ടേസ്റ്റ് ഉണ്ടാകും. ഇതെല്ലാം ഒന്ന് വഴന്ന് വരട്ടെ. ഇത് വഴന്ന് വരുന്നുണ്ട്. നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ഇറച്ചിക്ക് പുളി കറിക്ക് റോസ്റ്റിന് പുളി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി തക്കാളിക്ക് അരിഞ്ഞ് വെച്ചില്ലായിരുന്നു. തക്കാളിക്ക് ചേർക്കുന്നവരുണ്ട്, വിനാഗിരി ചേർക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ തക്കാളിക്കാണ് ചേർക്കുന്നത്. ഇപ്പോൾ തക്കാളിക്കും കൂടിയിട്ട് തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞ് വരട്ടെ. ആ പുള്ളിയുടെ കൂടെ തന്നെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മളതൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. നാവി കയറി വഴന്ന് വരുന്നടി. നമുക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇടുമ്പോഴത്തേക്ക് അതിന് നല്ലൊരു കളർ കൂടെ കിട്ടും. മഞ്ഞൾപ്പൊടി കിട്ടുക അതിനകത്ത് നമുക്ക് വേണം മൊത്തത്തിൽ ഇളക്കി കൊടുക്കാം. കണ്ടോ, മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ ഒരു കളർ മാറ്റമുണ്ട്, ഇച്ചിരി കൂടെ ഭംഗി കൂടിയിട്ടുണ്ട് അല്ലേ. ചേരുമ്പോഴല്ലേ കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. ഓരോന്ന് ചേർക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ്. ആ തക്കാളിക്ക് ഇട്ടതേ ഉള്ളൂ, അത്ര നല്ല ചൂടായത് കാരണം ചീനിച്ചിട്ട് നല്ല ചൂട് ചീനിച്ചിട്ട് ഇഞ്ചാലിയത്തിൻ്റെ അല്ലേ, അപ്പോൾ അത് നല്ല ചൂടായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, അതൊന്നും നല്ലോണം
ആവട്ടെ, അതിലല്ലേ നമുക്ക് ഇത് ഇടാൻ പറ്റും. ഇതാണ്ട് നമ്മൾ ഇതിന് ഉള്ളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിനകത്തോട്ട് മസാല ചേർക്കാം. ഇതാ കാശ്മീരി ചില്ലിയാണ്, ഞാനൊരു 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു 3 സ്പൂണ്, അതിൻ്റെ സൈഡിലായിട്ട് ശകല ഉലുവാപ്പൊടി, 2 ചെറിയ കഷ്ണം കായം, മീറ്റ് മസാല, പെരിഞ്ജീരകപ്പൊടി, ഇത്രയും കൂടെ ചേർത്താണ്. പെരിഞ്ജീരകപ്പൊടി അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. മീറ്റ് മസാല അത് തന്നെ. ഞാൻ 1.5 സ്പൂണ് മീറ്റ് മസാലയും 2 സ്പൂണ് പെരിഞ്ജീരകപ്പൊടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇവിടെ ഉള്ളി പാകമായി കിടപ്പുണ്ട്. അപ്പം നമുക്ക് അതിനകത്തോട്ട് ഇടാം. കണ്ടോ? അപ്പോൾ നമുക്കത് ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പം എനിക്ക് ഇളക്കും വീഡിയോ പിടുത്തം കൂടെ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ ആ പൊടിയെല്ലാം ഇട്ടത് ഇളക്കി യോജിപ്പിച്ച് നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മസാല ഒന്ന് പിടിക്കുകയും എല്ലാം ഒന്ന് ഇതാവുകയും ചെയ്യണം. അതിന് നമുക്ക് എന്ത് ചെയ്യുന്നറിയോ, ഇച്ചിരി വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളം ആകരുത്, ഇതൊന്ന് കുഴഞ്ഞ് ഇട്ടാൽ ഓക്കെ ഉണ്ടോ. അപ്പം മസാല ഒന്ന് ഇതായി വരും. ഇച്ചിരി വെള്ളമോട് ഒഴിച്ച് കൊടുക്കാം, കാരണം ആ തീയെ ചെല്ലുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇറ്റാലിയത്തിൻ്റെ ചീച്ചൊക്കെ കാരണം നമുക്ക് എല്ലാത്തിനും ഓരോ അളവുണ്ടല്ലോ, അതനുസരിച്ച് ചെയ്യും. കണ്ടോ, ഇതൊന്ന് തിളക്കട്ടെ. കണ്ടോ, ഇത് പൊട്ടിയിട്ട് ആ എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ നമ്മൾ വേവിച്ചിട്ടൊന്നുമില്ല ഇപ്രാവശ്യം, ഈ ഗ്രേവിക്കകത്ത് കിടന്ന് വേണം ആ ചിക്കൻ വേകാനായിട്ട്. അപ്പോൾ ആ ചിക്കൻ്റെ വെള്ളവും ഗ്രേവി എല്ലാം കൂടെ ആകുമ്പോൾ സൂപ്പറാവും. കണ്ടോ, നല്ല കൊഴുത്ത റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഗ്രേവിയാണിത്. ഇതിനകത്ത് നമുക്കിനി ആ ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. ചിക്കൻ നമ്മൾ ആ ഗ്രേവിയുടെ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഗ്രേവി തന്നെ കോരി ആ ചിക്കൻ മൂടി വയ്ക്കും. അപ്പോൾ അതിനകത്ത് വെള്ളമുണ്ട്, അപ്പോൾ അത് ഇറങ്ങി നല്ലോണം കിട്ടുകയും ചെയ്യും. കണ്ടോ, ചിക്കൻ ഇനി ഇങ്ങനെ വേഗം കേട്ടോ. നമുക്ക് ബാക്കിയെല്ലാം എടുക്കാം. ബാക്കിയെന്ന് പറഞ്ഞാൽ നമ്മളിത് പിന്നീട് ഇച്ചിരി നേരം നമ്മൾ അത് വേവിച്ചിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ അതിന് ചിക്കൻ നല്ലോണം വെന്ത് വരും. വെള്ളം ചിക്കനകത്തുണ്ട്, ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം. ഈ പല ചീനിച്ചട്ടിയൊക്കെ അല്ലേ ഇറ്റാലിയത്തിൻ്റെ ഒന്നും അല്ലെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ ഒഴിക്കണ്ട. ഞാൻ ഒഴിക്കത്തില്ല, കാരണം അതിനകത്ത് ചിക്കന് വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരട്ടെ.